കലാകാരന്മാർ ഒന്നും നേടിയിട്ടുണ്ടാവില്ല. പക്ഷേ അവർ മഴവില്ലിൻ്റെ തേന്മലറുകൾ തന്നു. മഴവില്ലിന് 7 നിറമാണ്. 7 നിറവും ചേർന്നാൽ ഒന്നാണ്. ഇന്ത്യക്ക് 7 അല്ല 700 അല്ല 7 കോടി നിറങ്ങളുണ്ട്, നാനാ നിറങ്ങളുണ്ട്, ബഹുസ്വര സംസ്കാരമുണ്ട്, ബഹുവർണ്ണങ്ങളുണ്ട്. അതെല്ലാം ചേർന്നാൽ മഴവില്ല് പോലെ ഒന്നാണ്. അപ്പം ഞങ്ങൾ എഴുത്തുകാർ, കലാകാരന്മാർ ഈ മഴവില്ലുകൾ വിരിയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഏകത്വം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾക്കൊക്കെ ഒരു അധ്യാപകനായി ജീവിച്ച ഒരാളാണ് ഉസ്മാൻ മാഷ്. ഫൈസൽ എളേറ്റിൽ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകളുടെ ഒരു ഉസ്താദാണ്. ഞാൻ അങ്ങനെയാണ് ഈ ഫൈസലിനെ പരിചയപ്പെടുന്നത്. ഫൈസൽ എന്ന ഈ പട്ടുറുമാലിലെ ജഡ്ജായിരിക്കുന്ന കാലത്ത് ഞാനും സമാനമായൊരു പരിപാടി നടത്തിയിരുന്നു കൈരളി ടി വിയിൽ, ഈ മാമ്പഴം പോലെ. കാലത്ത് ഞങ്ങൾ സഹയാത്രികരാണ്. അന്ന് ഞാൻ പലപ്പോഴും ഈ മാപ്പിളപ്പാട്ടുകളൊക്കെ അന്വേഷിച്ച് പോകാറുണ്ട്. ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുള്ളത് ഇതൊക്കെ ഒന്നാണെന്ന് നാടിൻ്റെ ആദിമകാലം തൊട്ട്, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ഉണ്ടാകുന്നതിനും 8 വർഷം മുമ്പ് കോഴിക്കോട് വലിയ ഖാലി മുഹമ്മദ് എഴുതിയ മുഹിദ്ദീൻ മാല പുറത്തു വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് 8 വർഷം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. മുഹിദ്ദീൻ മാല എഴുതിയ വലിയ ഖാലി മുഹമ്മദും അധ്യാത്മരാമായണം എഴുതിയ എഴുത്തച്ഛനും തമ്മിൽ കണ്ടിട്ടില്ല, സംവാദത്തിൽ ഏർപ്പെട്ടിട്ടില്ല. പക്ഷെ അവരെ പ്രചോദിപ്പിച്ച ഒരു നാട്ടു സംസ്കൃതി ഇവിടെ ഉണ്ടായിരുന്നു. അത് ഏകത്വത്തിൻ്റെതാണ്. അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത പ്രധാന വൃത്തം ഒന്നാണ്. മുഹിദ്ദീൻ മാലയിലെ വൃത്തം നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്രശസ്തമായ വൃത്തമാണ്. ഓടും പുഴയോടും ഒഴുകുന്ന ആറോടും പോരും അതെന്നോരെ പോരിച്ചു കൊണ്ടോവർ, കനിയില്ല കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ. ഇതാണ് മുഹിദ്ദീൻ മാല. വിരല് ചൂട്ടാക്കി നടന്നോവർ. ഇത് വലിയ ഖാലി മുഹമ്മദ് കാകളി വൃത്തമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതേ മീറ്ററാണ് എഴുത്തച്ഛൻ്റെ നാളെ പുലർകാലെ ചെല്ലുന്നതുണ്ട് ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഭക്തിസാന്ദ്രമായ കാകളി വൃത്തമാണ്. നമുക്കിത് ഇങ്ങനെ ചൊല്ലാം. നാളെ പുലർകാലെ ചെല്ലുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ. അങ്ങനെ പാടാൻ പാടില്ലെന്ന് പറയുന്ന ലിറ്റററി ഫാഷിസ്റ്റുകളെ നമ്മൾ വർജിക്കും എന്നാണ് ഞങ്ങൾ എഴുത്തുകാർ പറയാം. ഇതൊന്നാണ്, ഒന്നായിരുന്നത് കൊണ്ടാണ് വലിയ ഖാലി മുഹമ്മദിനും എഴുത്തച്ഛനും ഒരേ വൃത്തം അറിയാതെ സ്വീകരിക്കേണ്ടി വരുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഞാൻ ഈ കുറത്തി വൃത്തത്തെക്കുറിച്ചൊരു ഗവേഷണം നടത്തി നോക്കിയ ഒരാളാണ്. കുറത്തി വൃത്തത്തിൽ എത്രയോ പാട്ടുകളുണ്ട്. അത് ഹിന്ദു പാട്ടുകളെന്നോ മുസ്ലിം പാട്ടുകളൊന്നും പറയാൻ പറ്റില്ല. മാപ്പിളപ്പാട്ടായി അറിയപ്പെടുന്നതും ഈ കുറത്തി നാട്ടുപാട്ടായി അറിയപ്പെടുന്നതും ഒറ്റ വൃത്തം. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം, കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി, വിഷ്ണുവെങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചൊരു തൻ ഭക്തനായ നൽകുറവൻ വേട്ടുകൊണ്ടവളെ. ഇതാണ് കുറത്തി വൃത്തം. ഇതേ വൃത്തത്തിലാണ് ചിച്ചില്ലെന്നും ചില ചില്ലെന്നും കാൽപദത്തിൻ്റെ ഓശ, ഓശ കേട്ടി മാം അലിയാർ പിന്തിരിഞ്ഞു നോക്കി. അങ്ങനെയല്ല നമ്മൾ ചൊല്ലിയത്. വിളയിൽ വത്സല, ഇപ്പോൾ വത്സലയല്ലെങ്കിലും അല്ലേ? ചിച്ചില്ലെന്നും ചില ചില്ലെന്നും കാൽപദത്തിൻ്റെ ഓശ, ഓശ കേട്ടി മാം അലിയാർ പിന്തിരിഞ്ഞ് നോക്കി. അങ്ങനെ പാടിയതുകൊണ്ട് ഇത് രണ്ടാവുന്നില്ല, രണ്ടായി പാടാവുന്ന ഒന്നാണ് അത് അല്ലേ? അതുപോലെ തന്നെയാണ് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ. അങ്ങനെയല്ലല്ലോ പാടിയത്. താമര പൂങ്കാവനത്തിൽ എന്ന മട്ട് വേറെയാണ്. അതുപോലെ തന്നെയാണ് കുറത്തി ഞാനും ഒന്നു പെറ്റാൽ 10 പെറ്റ മേനി, ഫാത്തിമാബി 10 പെറ്റാൽ 1 പെറ്റ മേനി. ഇങ്ങനെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ. പല മതങ്ങളിൽ നാടോടി സംഗീതമായി ഫോക്ലോർ സംസ്കൃതിയായി പ്രചരിക്കുന്നതൊക്കെ ഒരു സംസ്കൃതിയുടെ ഭിന്ന ഭാവങ്ങളാണ്. എത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പം പൂമകളാണ് ഹുസുനുൽ ജമാൽ, പുന്നാരെ താളം മികന്തേ ബീവി എന്ന മൊയ്തീൻകുട്ടി വൈദ്യരുടെ ഇശൽ നമുക്ക് ചങ്ങമ്പുഴയുടെ രമണനുമായിട്ട് ബന്ധിപ്പിച്ച് വായിക്കാം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. ഇങ്ങനെ അറിയാനൊരു മനസ്സ് രൂപീകരിച്ചാൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നഗരാന്തരങ്ങളിൽ സംസ്കൃതി കൊണ്ടൊന്നാവുന്ന മനുഷ്യരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കണം. ഈ നിങ്ങളുടെ നാട്ടുകാരനാണ്
കവി വീരാൻകുട്ടി പുതിയ കവിയാണ്. വീരാൻകുട്ടിയുടെ ഒരു കവിതയും ഒരുപക്ഷെ കുഞ്ഞാമുക്കയും കാനേഷൊക്കെ വായിച്ച കവിതയായിരിക്കും. 4 വരിയുണ്ട്. ഇലകൾ പരസ്പരം ഊട്ടിത്തുടരുതെന്ന് കരുതി നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ. ഇലകൾ പരസ്പരം തുടരുതെന്ന് കരുതി നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ വേരുകൾ കൊണ്ട് മണ്ണിനടിയിലൂടെ കെട്ടിപ്പുണരും. പെന്നെയും കുഞ്ഞാമുക്കയും തുടരുതെന്ന് കരുതി നിങ്ങൾ എത്ര അകറ്റി നിർത്തിയാലും ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ വേരുകൾ, എൻ്റെയും കാനേഷിൻ്റെയും കരുണാകരേട്ടൻ്റെയും ഫൈസലിൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സംസ്കാരത്തിൻ്റെ വേരുകൾ മണ്ണിനടിയിലൂടെ കെട്ടിപ്പുണർന്ന് നിൽക്കുകയാണ്. അത് പഠിപ്പിക്കാൻ നമുക്കിടയിൽ ഇതൊന്നും പറയാതെ പ്രസംഗിക്കാതെ, എനിക്കൊക്കെ ഇത് പ്രസംഗിച്ചിട്ട് വേണം പറയാൻ, ഉസ്മാൻ മാഷ് ജീവിച്ച് മാതൃക കാണിച്ചു തന്നു. അങ്ങനെ ജീവിച്ച ഒരു വലിയ അധ്യാപകൻ, അദ്ദേഹം സ്ഥാപിച്ച ഒരു ലൈബ്രറി, ആ ലൈബ്രറി ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി, കുട്ടികളെ ഏറെ സ്നേഹിച്ച ആ മനുഷ്യൻ്റെ ഓർമ്മയ്ക്കായി ഒരു ബാലസാഹിത്യ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞാമുക്ക അടക്കമുള്ള ഒരു വലിയ പ്രൗഢമായ ഒരു ജൂറി അതിൽ നിന്ന് എസ് കമറുദ്ദീൻ്റെ വെള്ളിമരം തേടി എന്ന ഒരു മികച്ച ബാലസാഹിത്യ കൃതി പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കുന്നു. ഇന്ന് ആ പുരസ്കാരം നൽകുന്നു. ഉസ്മാൻ മാസ്റ്റർ കുടുംബം ആ പുരസ്കാരം എല്ലാ കൊല്ലവും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു. വലിയ സമ്പന്നനായൊരു മനുഷ്യനല്ല, സ്നേഹസമ്പന്നനായൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അവരുടെ മക്കൾ വിശ്വസും ഫൈസൽ എന്നോട് പറയുന്നു, ഇവിടെ ഒന്ന് വന്ന് ഇതിലൊന്ന് പങ്കുചേരണം. സത്യത്തിൽ ഇന്ന് എനിക്ക് വരാൻ പറ്റാത്ത ഒരുപാട് പ്രയാസങ്ങൾ, ഫൈസലല്ല വേറെ വല്ലവരും ആണെങ്കിൽ ഈ നുണ പറയലൊക്കെ പ്രഭാഷകന്മാരുടെ നിത്യ പരിപാടിയാണ്. രക്ഷപ്പെടാൻ പറ്റും, ഒരു നുണ വേണമെങ്കിൽ പറഞ്ഞ് രക്ഷപ്പെടാം, പക്ഷേ സാധിക്കില്ല. കാരണം അത്രമേൽ ഗാഠമായ സ്നേഹത്താൽ ബന്ധിതരാണ് ഞങ്ങൾ. ഇവിടെ വരുമ്പോൾ കുഞ്ഞാമുക്കയെ കാണുന്നു, കാനേഷിനെ കാണുന്നു, പൂനൂരിനെ കാണുന്നു, ഫൈസലിനെ കാണുന്നു, അനുജന്മാരെ കാണുന്നു, സുഹൃത്തുക്കളെ കാണുന്നു, ഖാലിദ് മാഷെ കാണുന്നു, ഒരുപാട് പേരെ കാണുന്നു. നമ്മളൊക്കെ ഒന്നാണല്ലോ എന്ന വലിയ അകളങ്കമായ സ്നേഹം നുരഞ്ഞു പൊന്തി വന്ന് എൻ്റെ എല്ലാ ക്ഷീണവും പമ്പ കടക്കുന്നു. 5 മിനിറ്റ് സംസാരിക്കാൻ വിചാരിച്ച ഞാൻ വേണ്ടാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉസ്മാൻ മാഷെ ഓർക്കുന്നത് നന്മയെ ഓർക്കുന്നതിന് തുല്യമാണ്. ഉസ്മാൻ മാസ്റ്റർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹം ഏറ്റെടുത്ത സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൈത്രിയുടെയും അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും വഴി വരും തലമുറകളിലേക്ക് നിലനിർത്താൻ ഈ വിധത്തിൽ വായനശാലയും ഒക്കെ ചേർന്നുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് നടക്കട്ടെ. ഇനിയും അവസരം കിട്ടിയാൽ ഞാൻ എലട്ടിൽ വട്ടോളിയിൽ വന്നുകൊള്ളാം. നിങ്ങളുടെ അകളങ്കമായ സ്നേഹത്തിന് കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മനസ്സിലും മരണമില്ലാത്ത ഗുരുനാഥനായി ഇപ്പോഴും വെളിച്ചമായി നിൽക്കുന്ന ഗു എന്ന ശബ്ദം ഇരുട്ടിനെ സൂചിപ്പിക്കുന്നു. രു തൻ നിരോധക ശബ്ദമാകയാൽ ഇരുട്ട് നീക്കി വെളിച്ചം പകരുന്നവരെയാണ് ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഗുരുവായ ഉസ്മാൻ മാസ്റ്ററുടെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഔപചാരികമായി വിനയപൂർവ്വം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നമസ്കാരം.